ആ തന്റെ കടാക്ഷത്താൽ തന്നെ ആശ്രയിക്കുന്ന എല്ലാത്തിനെയും രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ചുടലഭസ്മം ധരിച്ച് ആനത്തോടുത്ത് ചാടുമാൻ കരതാരിൽ കയ്യിൽ ചാടുന്ന മാനും അഭയവും വരദവും ശരീരമാസകലം ചുടലഭസ്മം പൂശി അഷ്ടനാഗങ്ങളെയും ധരിച്ച് തന്റെ ഉടുക്കിൽ നിന്ന് ആ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ പ്രണവതത്വത്തെ പ്രകടിതമാക്കി ഭഗവാൻ പരിലസിക്കുന്നു എന്നുള്ളതാണ്. പറയുന്നുണ്ടോ, ഉമയോടുകൂടി അടുത്തു വന്നു വേഗം മമമതി മോഹം അറുത്തു മെയ് കൊടുത്ത് യമനുടെ കയ്യിൽ അകപ്പെടാതെയെന്നും സമനില തന്നു തളർച്ച തീർത്തിടേണം. പറയുന്നു, ദേവിയോടൊത്തു വന്ന് ഉമയോട് കൂടി അടുത്തു വന്നു വേഗം മമമതി മോഹം അറുത്ത് എന്റെ മോഹങ്ങളൊക്കെ മാറ്റി മെയ് കൊടുത്ത ആ ഭഗവാന്റെ ശരീരത്തെ കൊടുത്ത് തന്റെ ശരീരം തന്നെ കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ശിവശതകത്തിൽ പറയുന്നുണ്ടോ, ഭഗവതി അമ്മ പകുത്തു പാതി വാങ്ങി പകുതി മുകുന്ദനു നൽകി മുന്നമേ നീ. മഹാദേവൻ തന്റെ പകുതി പാർവതിക്കും കൊടുത്തു, പകുതി വിഷ്ണുവിനും നൽകിയിട്ടുണ്ട്. പറയുന്നു, മമമതി മോഹം അറുത്തു മെയ് കൊടുത്ത യമനുടെ കയ്യിൽ അകപ്പെടാതെ എന്നും കാലന്റെ കയ്യിൽ അകപ്പെടാതെ സമനില തന്നു തളർച്ച തീർത്തിടേണം. മഹാദേവനോട് അർത്ഥിക്കുകയാണ്. ആ സമനില തന്നു തളർച്ച തീർക്കുന്ന ദേവാദിദേവനാണ് മഹാദേവൻ. ആ മഹാദേവനിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ളതാണ് ദേവി ഭദ്രകാളി. ഭദ്രകാളിയെ സംബന്ധിച്ച് നമുക്കറിയാം, കാളിൻ മേഘസമപ്രഭാന്ത്രനയനാം വേതാളകണ്ഠസ്ഥിത ഗഡ്ഢം കേടകപാലദാരികശിര കൃത്വാകരാഗ്രേക്ഷിത ഭൂത പ്രേത പിശാച മാതൃസഹിതാം ഉണ്ടസ്രജാലങ്കൃതാം വന്ദേ ദുഷ്ടവസൂരികാധവിപദാം സംഹാരിണി ഈശ്വരി. അമ്മയുടെ ആ തിരുരൂപ വർണ്ണന തന്നെ സാധകനെ പൗത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഭദ്രകാളി തിരുവവതാരം ചെയ്യുന്നത് ധാരികനെയും ദാനവനെയും നിഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ തിരുവവതാരം ചെയ്ത ധാരികനെയും ദാനവനെയും ഭഗവതി നിഗ്രഹിച്ചു. എന്നിട്ട് ധാരികൻ നേടിയ വരത്താൽ ധാരികന്റെ രക്തത്തിൽ നിന്ന് വീണ്ടും ആയിരക്കണക്കിന് ധാരികന്മാരുണ്ടാകുമ്പോൾ ആ ധാരികന്മാരെ വധിച്ച് അവരുടെ ശിരസ് ഭഗവതി മാലയായിട്ട് ധരിക്കുക. ഈ അസുരന്മാരായിരിക്കുന്ന ധാരികന്മാരുടെ കരങ്ങളെല്ലാം തന്നെ ദേവി ആടയായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ളതായിരിക്കുന്ന ദേവി ധാരികന്റെ രക്തത്തെ പാനം ചെയ്യുകയാണ്. ഇവിടെ ഒരു വലിയ സന്ദേശത്തെയാണ് ആ ദേവി നമുക്ക് തരുന്നത്. ദേവിയോട് ചേരുന്നതെല്ലാം പരിശുദ്ധമാകും, അമ്മയോട് ചേരുന്നതെല്ലാം പരിശുദ്ധമാകും. നമ്മൾ ചിന്തിക്കുന്നത് തല കൊണ്ടാണ് എന്ന് പറയുന്നു. ആ തല ആരോട് ചേരുന്നു? ദേവിയോട് ചേർന്നാൽ അത് പരിശുദ്ധമാകുന്നു. ഇവിടെ ധാരികന്റെ ശിരസാണ് അമ്മ മാലയായിട്ട് ധരിച്ചിരിക്കുന്നത്. ആശ്രികമായിരിക്കുന്ന ചിന്തകളെല്ലാം ദേവിയോട് ചേരുമ്പോൾ സാത്വികമായ ഭാവമാകും. അതെന്താകുന്നു? ആഭരണമാകുന്നു. ആ ആശ്രികമായ ബോധത്താൽ സഞ്ചരിക്കുന്നതായ അസുരനായിരിക്കുന്ന ധാരികന്റെ ശിരസ ദേവിയോട് ചേരുമ്പോൾ അത് ആഭരണമായി മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെല്ലാം നമ്മുടെ കരങ്ങൾ കൊണ്ടാണ്, കൈകൾ കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളില്
ആ ദേവിയോട് ചേരുമ്പോൾ ആ പ്രവർത്തികളെല്ലാം ദേവിക്ക് ആടയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് രക്തമാണ്. ആ രക്തത്തെയാണ് ഭഗവതി സ്വീകരിക്കുന്നത്. ആശ്രികമായിരിക്കുന്ന ആ രക്തത്തെ പാനം ചെയ്തുകൊണ്ട് ദാരികൻ എന്ന് പറയുന്ന ആസുരനെ പരിശുദ്ധമാക്കുകയാണ്. ഇവിടെ ദാരികന്മാരെന്ന് പറയുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്. ആ പ്രവർത്തികളെല്ലാം ദാരികന്റേതായ പ്രവർത്തികളാണ് നാം ചെയ്യുന്നതല്ല. എന്നാൽ പാലത്തിക്കാട്ട് സർവചരാചരങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് പരിലസിക്കുന്നതായ ആ ഭദ്രകാളി അമ്മയുടെ ആ തിരുരൂപത്തിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം പരിശുദ്ധമാക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ദേവിയും മഹാദേവനും തരുന്ന അനുഗ്രഹ കടാക്ഷമാണ് ഇവിടെ വന്ന് ഈ ആരാധനയുടെ ഭാഗമാകുവാൻ സാധിക്കുന്നത്. ദേവിയും ഭഗവാനും നമുക്ക് തരുന്ന അനുഗ്രഹം കൊണ്ടാണ്. നമ്മളെ നിശ്ചയിക്കുന്നതൊന്നും തന്നെ ഈ ലോകത്ത് നടക്കുന്നില്ല. കൃത്യമായിരിക്കുന്ന നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരുവനുണ്ട്. ആ ചൈതന്യത്തെ നമ്മൾ മഹാദേവൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ പറയുന്നുണ്ട്, ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക, ദയാസിന്ധോ ജയിക്കുക. ആ ഈശ്വരനെ മഹാദേവനായിട്ട് പറയുന്നു. ഈശ്വരനെ മഹാദേവനായിട്ടാണ് പറയുന്നത്. ആ മഹാദേവ് ഈശ്വരന്റെ അനുഗ്രഹം നമ്മളിലേക്ക് അമൃതവർഷം പോലെ വരുമ്പോഴാണ് ഇപ്രകാരമുള്ളതായിരിക്കുന്ന സസംഗങ്ങളുടെയും അതുപോലെ തന്നെ യജ്ഞങ്ങളുടെയും ഭാഗമാകാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബുദ്ധനോട് ചോദിക്കുകയും